ഹായ്. അപ്പോൾ എൻ്റെ പേര് സൗരവ്. അപ്പോൾ ഞാൻ ഇന്നൊരു 1 കിലോമീറ്റർ ഓടാൻ പോവാണ്. ഓടാൻ പോലെ വെച്ചാൽ ഇതുവരെ ഞാനൊന്നും 1 കിലോമീറ്റർ തുടർച്ചയായിട്ട് ഓടിയില്ല. കുറേ നാളുകൾക്ക് ശേഷം ചെറുപ്പത്തിൽ ഓടി എന്നല്ലാണ്ട് ഇപ്പം ഓടിയില്ല. അപ്പം എൻ്റെ റണ്ണിങ്ങിൻ്റെ മാപ്പും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇതെൻ്റെ ഡേ 1 സോ നേരെ ഓട്ടത്തിലേക്ക് പോകും. പിന്നെ നമ്മൾ ഇവിടുത്തെ റോഡിൽ എന്തായാലും ഓടുന്നില്ല. കുറച്ചപ്പുറം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറേ ദൂരമുള്ള റോഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓടാമെന്ന് വിചാരിച്ചു. സോ ഇനി അങ്ങോട്ട് പോകണം. ലെറ്റ്സ് ഗോ. സോ നമ്മളങ്ങനെ ചെറുതായി സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചു. ഡയറക്റ്റ് നമ്മൾ ഓടാൻ പോകണം. കുറേ നാൾ ഓടാത്തവിടെ തന്നെ നല്ല കഥപ്പുണ്ട്. ലേശൊന്ന് ഓടാൻ തുടങ്ങിയതില്ല. അപ്പോഴത്തേ തന്നെ നല്ല രീതിക്ക് കഥപ്പ് വരുന്നു. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നില്ല. റെസ്റ്റ് ചെയ്ത് ഓടണം. നല്ല സ്റ്റാമിന സേവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആളുകൾ കൂടുതലുള്ള ഏരിയയിലേക്ക് വാക്കിങ് റണ്ണിങ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് തളർച്ച ഫീൽ ചെയ്താലോ അല്ലെങ്കിൽ ക്ഷീണം വന്നാലോ അവിടെ എവിടെയും കയറി വെള്ളം കുടിച്ചാൽ മതി. മാക്സിമം നിങ്ങൾ റെസ്റ്റ് ചെയ്ത് ഓടാൻ നിൽക്കുക. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം വരും. പിന്നെ നിങ്ങൾ തലകറങ്ങി വീഴാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റെസ്റ്റ് ചെയ്ത് ഓടുക. സോ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ ഫിനിഷിങ് പോയിന്റിലെത്തി എത്താൻ പോവുകയെന്ന്. നമ്മൾ റെസ്റ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അറിയാലോ, തലകറക്കോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഥപ്പോ ഇല്ലാണ്ടാക്കാനാണ്. അതായത് ഫസ്റ്റ് ടൈം നിങ്ങൾ ഓടാൻ തുടങ്ങുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുക, കുറച്ച് ഓടാം. ഇപ്പം ഞാൻ എനിക്ക് സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ മറന്നു. പണി കിട്ടി, സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് ഓടുക. അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് മെല്ലെ നിങ്ങളുടെ കിലോമീറ്റർ കൂട്ടുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പണി കിട്ടും. നിങ്ങൾ ആദ്യം തന്നെ 10 കിലോമീറ്റർ ഓടണം അല്ലെങ്കിൽ മാരത്തോൺ ഓടണം എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. നിങ്ങൾക്ക് പറ്റില്ല. അപ്പം സോ ഗൈസ്, ഇതാണ് ഇവിടെ കുറച്ചും കൂടെ കാണാൻ നല്ല രസമുള്ള സ്ഥലം. കാരണം ഫുള്ള് മരങ്ങളാണ്. ഈ മരങ്ങളിങ്ങനെ വളഞ്ഞു വെച്ചാൽ ഉപ്പുവെള്ളം കൊണ്ടിട്ട് അപ്പുറത്ത് ബീച്ചും പുഴയൊക്കെ കൂടിച്ചേരുന്നൊരു സ്ഥലമാണ്. ഇവിടെ പട്ടി സാറും ഇവിടെ പൂച്ച സാറും അടി. സോ ഞാൻ ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന സ്ഥലമാണിത്. ഇങ്ങോട്ട് നല്ല വ്യൂ ആണ്. നല്ല വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. അതിൻ്റെ ഉള്ളിൽ ഞാനൊരിക്കൽ ഇതിനുള്ളിലേക്ക് പോയായിരുന്നു മഴക്കാലത്ത്. നല്ല വ്യൂ അതിൻ്റെ ഉള്ളിൽ കാണാനും കുഴപ്പമില്ല, നല്ല സ്ഥലം. സോ ഈ പാലാണ് നമ്മുടെ ഫിനിഷിങ് പോയിൻ്റ്. സോ നമ്മളിവിടെ എത്തി. ഇതിൻ്റെ 2 സൈഡിലെന്ന് വെച്ചാൽ പുഴയും കടലും കൂടി ചേർന്നൊരു വലിയ സ്ഥലമാണ്. ഇതാണ് സ്ഥലം. സോ ഇതാണ് നമ്മുടെ ഫിനിഷിങ് പോയിൻ്റ്. ഇപ്പം ഡേ 1 റണ്ണ് നമ്മൾ ഫിനിഷിങ് പോയിന്റിലെത്തി. ഇനി നമ്മുടെ വണ്ടി വെച്ചടുത്തേക്ക് നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യണം. നമ്മളെ കാരണം ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് പറയാം. സോ നിങ്ങൾ കണ്ടോ വേനലിൻ്റെ ഒരു പവർ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വെള്ളം വറ്റി. അതായത് പുഴയും കടലും കൂടി ചേരുന്ന സ്ഥലം ഇത്. ഇതിൻ്റെ തൊട്ടപ്പുറ കടൽ, ഇത് പുഴ. അപ്പം ഇവിടെ ഫുള്ള് വറ്റിയിട്ടുണ്ട്. സോ എൻ്റെ ഇപ്പഴും ഇന്ന് ഓടാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇങ്ങനെ ഇരിപ്പാണ് കുറേ നേരമായിട്ട്, അനങ്ങുന്നില്ല. സോ അങ്ങനെ നമ്മുടെ ഓട്ടം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി വെച്ച സ്ഥലത്തേക്ക് തിരിച്ചോടാം. എന്നിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാം. അത്ര തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. സോ ഈ വ്ളോഗ് എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കണം, അപ്ലോഡ് ചെയ്യണം, എന്ത് വിചാരിക്കുന്നില്ല ചിന്ത എൻ്റെ മനസ്സിൽ കുറേ ഓടി. പക്ഷേ ഇതെന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരിതുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ
ഇന്നലെ മഴ പെയ്തുകൊണ്ട് ആണ് ഇത്ര ചൂടില്ലാത്തത്, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ കതപ്പ് തോന്നുന്നുണ്ട്, കാരണം ഓടാതെ ഓടിയിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇനി നമ്മൾ ചിലപ്പോൾ വ്ളോഗ് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തിയിട്ട്, ഞാൻ തറവാട് വീടിൽ നിന്നാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതിൻ്റെ ശരിക്കുള്ള ഇവിടെ തറവാട് വീടാണ്. സോ നമ്മൾ അവിടെ വെച്ച് തന്നെ അതിൻ്റെ പേര്. സോ നമ്മളങ്ങനെ ഓട്ടം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഓട്ടം തുടങ്ങിയിട്ട് ഡേ 1, ഡേ 2, ഡേ 3, ഒരു 4 അങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും മടുപ്പ് വന്നു. പക്ഷെ അവിടെ നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾ പിന്നെ ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. ഞാൻ കാര്യം പറയാം, ഞാനിങ്ങനെ കുറേ നിർത്തിയതാണ്. സോ അപ്പോൾ നമ്മുടെ ഓട്ടവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. സോ ഇന്നത്തെ കഴിഞ്ഞു. ഇനി നാളെയാണ് ഡേ 2. അപ്പം നമ്മുടെ ഇന്ന് ഡേ 1 ആയിരുന്നു. സോ നാളെ ഡേ 2. അപ്പം നാളെ നമ്മൾ, അതായത് ഇപ്പോൾ 1 കിലോമീറ്റർ ഓടിയില്ല, അതിനെക്കാട്ട് കുറച്ച് ചെറിയ സ്റ്റെപ്പ്. ഇത് മെല്ലെ മെല്ലെ നമുക്ക് ഗ്രോത്ത് മതി. അതായത് സ്പീഡിലില്ല ഇത് വേണ്ട. സ്പീഡിലില്ല എന്ന് വെച്ചാൽ അധികാലം നിൽക്കില്ല. നമ്മളിപ്പോൾ തന്നെ 3 കിലോമീറ്റർ എടുത്ത പാടെ തന്നെ ഓടിയാൽ പണി കിട്ടും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ കാണാം. ബൈ.